ഞാനും അമ്പാടിയും അനിയനും കൂടിയിട്ട് എൻ്റെ മാമൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. വീട്ടിലെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 11 മണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങ് പോന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്കുള്ള കുറച്ച് സ്നാക്സും കപ്പയൊക്കെ മേടിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ കുറച്ച് വട്ടുംകറിലും ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ അമ്പാടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ കയറി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് അവൻ കഴിക്കുവാണ്. അപ്പോൾ അവൻ കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. നല്ല ചൂടും നല്ല വെയിലുമാണ്. പെട്ടെന്ന് പോയിട്ട് വരാനാണ് പ്ലാൻ, പക്ഷേ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കുട്ടന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ മാമൻ്റെ മോളും ഇവിടെ ഇല്ല, ആൻറ്റി ഇവിടെ ഇല്ല കേട്ടോ. മാമൻ പിന്നെ കടയിൽ പോകും. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അമ്പാടി വന്ന വഴി ഒരു വണ്ടി കിട്ടിയത് കൊണ്ട് പിന്നെ കളിയോട് കളിയാണ്. ആമ്പിള്ളേർക്ക് അങ്ങനെയാണല്ലോ പൊതുവെ, വണ്ടിയും വെള്ളമൊക്കെ കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമ്മളെയൊന്നും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മാമൻ്റെ മോളുടെ കൊച്ച് കേട്ടോ. പിന്നെ ആ നിൽക്കുന്ന ഹസ്ബൻഡാണ്. അപ്പം ആൻറ്റി ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒരു മൂഡും ഇല്ല കേട്ടോ. ആൻറ്റി പ്രാർത്ഥനയ്ക്ക് പോയേക്കുമായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാണ് കേട്ടോ ആൻറ്റി വന്നത്. അങ്ങനത്തെ ആൻറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പോകണം, കൊച്ച് കരയുമ്പോഴത്തേക്കും അപ്പം തന്നെ ചേട്ടൻ്റെ വിളി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു വേണ്ട, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന വട്ടുംകറിലും കപ്പയൊക്കെ റെഡിയാക്കാനുള്ള ധൃതിയിലാണ്. അങ്ങനെ ആൻറ്റി അതൊക്കെ റെഡിയാക്കി പെറുക്കിയെടുത്തു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോഴത്തേക്കും കുറേ ചീരയും പിന്നെ കുറേ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രളയമാണ് ഇത് പെരയുടെ അകത്ത് കാണുന്നത് കേട്ടോ. ചെടിയെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇട്ട്, പിന്നെ കുറേ ചീരയൊക്കെ ഉണ്ടായിരുന്നത് നല്ലതൊക്കെ നോക്കി ഞാൻ ഇലയൊക്കെ ഉഴുത് ഇലയൊക്കെ പറിച്ച് നേരെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്. ചെടിയൊക്കെ അനിയൻ കൊണ്ടുപോയി കയ്യോടെ കൂടി അങ്ങ് നട്ട് കേട്ടോ. കാരണം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോകത്തില്ലേ, അതുകൊണ്ട് വാടിപ്പോകും. അതുകൊണ്ട് കയ്യോട് കൂടി രാത്രിക്ക് തന്നെ അതൊക്കെ നട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.